നടക്കുന്ന വിശ്വവിഖ്യാതമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രം അനേകം വിദേശികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെയും ഇന്റർനെറ്റിലൂടെയും ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലൂടെയൊക്കെ ഇതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ആയാപറമ്പ് വലിയ വാഞ്ചി 17-ാം നമ്പർ വള്ളം 1-ാം ട്രാക്കിൽ തുഴയുന്നു. പായിപ്പാടൻ 20-ാം നമ്പർ വള്ളം 2-ാം ട്രാക്കിൽ തുഴയുന്നു. ആനാരി 14-ാം നമ്പർ വള്ളം 3-ാം ട്രാക്കിൽ തുഴയുന്നു. അതുപോലെ തന്നെ മഹാദേവൻ 11-ാം നമ്പർ വള്ളം 4-ാം ട്രാക്കിൽ തുഴയുന്നു. 1979, 81 എന്നീ വർഷങ്ങളിലെ വിജയിയാണ് ആയാപറമ്പ് വലിയ വാഞ്ചി. കാവാലം ബോട്ട് ക്ലബ് ആണ് ഈ വള്ളം ഇത്തവണ പുന്നമടയിൽ തുഴയുന്നത്. TK രാജപ്പനാണ് ക്യാപ്റ്റൻ. 2-ാം ട്രാക്കിൽ തുഴയുന്ന പായിപ്പാടൻ 20-ാം നമ്പർ വള്ളം 2005, 2006, 2007 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി വിജയിയായി ഹാട്രിക് നേടിയിട്ടുണ്ട്. വില്ലേജ് ബോട്ട് ക്ലബ് കുമരകമാണ് പായിപ്പാടൻ ചുണ്ടൻ ഇത്തവണ ഇവിടെ തുഴയുന്നത്. വിനോദ് കുമാർ TS ആണ് അവരുടെ ക്യാപ്റ്റൻ. ഇതാ പുന്നമടയുടെ തീരത്ത് ഈയിടെ ഉയർന്നു വന്നിട്ടുള്ള വലിയ കെട്ടിടങ്ങൾ നിരവധിയാണ്. KTDCയുടെ കെട്ടിടം ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതിന്റെ മുകളിൽ നിന്നുമൊക്കെ ആളുകൾ ഈ വള്ളങ്ങളിൽ വീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ 3-ാം ട്രാക്കിൽ തുഴയുന്ന വള്ളം ആനാരി UBC കൈനിവേലി, പ്രശസ്തമായ UBC കൈനിവേലിയാണ് ഇത്തവണ ആനാരി പുത്തൻചുണ്ടനിൽ തുഴയുന്നത്. ഹരിത അനിൽ ആണ് ഇതിന്റെ ക്യാപ്റ്റൻ. ഇതേവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനായിട്ടുള്ള ഭാഗ്യം ആനാരി പുത്തൻചുണ്ടനിൽ ലഭിച്ചിട്ടുണ്ട്. ഇതാ അതുപോലെ തന്നെ 4-ാം ട്രാക്കിൽ തുഴയുന്ന മഹാദേവൻ പഴയ പട്ടാറച്ചുണ്ടൻ, പിന്നീട് മുട്ടേൽ കൈനകേരി ചുണ്ടനായി ഇപ്പോൾ മഹാദേവൻ എന്ന പേരിൽ പുന്നമടയിലെത്തിയിരിക്കുകയാണ്. ടൗൺ ബോട്ട് ക്ലബ് ആലപ്പുഴ തുഴയുന്നു. രാജേഷ് പിള്ളയാണ് ക്യാപ്റ്റൻ. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചു ഉള്ള പോരാട്ടങ്ങൾ പലപ്പോഴും പുന്നമടയിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ 2-ാം ഹീറ്റ്സിലെ മത്സരം അത്തരത്തിലുള്ള ഒന്നാണെന്ന് ഇപ്പോൾ ചെയ്യുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു നീക്കമാണ് ഈ വള്ളങ്ങൾ. അനേകം ആഴ്ചകളിലെ ട്രയലുകൾ ചുണ്ടൻ വള്ളങ്ങൾക്ക് ആവശ്യമാണ്. അത് മഴക്കാലത്തെ വകവെക്കാതെ പോലും മിക്ക ചുണ്ടനുകളും ചെയ്തിട്ടുണ്ട്. പായിപ്പാടനാണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിന്റെ തൊട്ടു പിന്നിൽ തന്നെ ആനാരി, അതിന്റെ പിന്നിൽ മഹാദേവൻ. ഇപ്പോൾ ആനാരി ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 14-ാം നമ്പർ വള്ളം ഇതേവരെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത വള്ളം, പക്ഷേ പ്രശസ്തമായ UBC കൈനിവേലി തുഴയുന്നു. ഹരിതാനിൽ ക്യാപ്റ്റനായിട്ടുള്ള ആനാരി, അതെ ആനാരി തന്നെയാണ് ഇപ്പോൾ മുന്നിൽ. പക്ഷേ ആയാപറമ്പ് വലിയ വാഞ്ചിയും പായിപ്പാടനും മഹാദേവനും ഏതാണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ തുഴയുന്നത്. വലിയ വാഞ്ചി വളരെ കൂടുതലാണ്. രാജാ കേശവനാഥിന്റെ നാമം വഹിക്കുന്ന 1979, 81 വർഷങ്ങളിലെ നെഹ്റു ട്രോഫിയിലെ വിജയിയായിട്ടുള്ള ആയാപറമ്പ് വളരെ കൂടുതലാണ് ഈ മത്സരം. ആനാരി തന്നെയാണ് ഇത്തവണ കണ്ണും കൽപ്പിച്ച് എന്ത് വന്നാലും ഇനിയും നേടും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ആനാരി മുന്നിലെത്തിയിരിക്കുന്നത്. ആനാരിയും പായിപ്പാടും തമ്മിൽ ഒരുത്ത പോരാട്ടം, ഇഞ്ചോടിഞ്ചും ഉള്ള പോരാട്ടം. ഒപ്പത്തിനൊപ്പം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന വാശിയോടുകൂടി ആനാരിയാണോ പായിപ്പാടാണോ 2-ാം ട്രാക്കിലും 3-ാം ട്രാക്കിൽ പോയിരുന്ന വള്ളം 20-ാം നമ്പറും 14-ാം നമ്പറുകളും പായിപ്പാടനും ആനാരിയും തമ്മിൽ ഇതാ വളരെ ആവേശകരമായിട്ടുള്ള പൊരിഞ്ഞപുറം. ആനാരി മുന്നിൽ, മുന്നിൽ പായിപ്പാടൻ ലീഡിംഗ് വില്ലേജ് ബോട്ട് ക്ലബ് കുമരകം തുഴയുന്ന പായിപ്പാടൻ വിനോദ് കുമാർ TS ക്യാപ്റ്റനായിട്ടുള്ള വളരെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ ആനാരിയും പായിപ്പാടും തമ്മിലുള്ള ഒരു പോരാട്ടം. ഇതിന്റെ വിധി ജഡ്ജസ് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് പറയാവുന്ന ഒരു മത്സരമാണ് ഇപ്പോൾ 2-ാം ഹീറ്റ്സിൽ നടന്നത്. റീപ്ലേ കാണാം.
റീപ്ലേയിൽ നമുക്ക് മിക്കവാറും വിജയി ആരാണെന്ന് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. 14 നമ്പർ വള്ളം ആനാരിയാണ്.